ഇന്ന് നവംബർ 21 ലോക ടെലിവിഷൻ ദിനമാണ്. ടെലിവിഷൻ എന്ന വിസ്മയം കണ്ടുപിടിച്ചിട്ട് 100 വർഷം തികയുകയാണ്. ബ്രിട്ടനിൽ ജനിച്ച ജോൺ ലോഗി ബേർട്ട് എന്ന എഞ്ചിനീയറാണ് ഈ കണ്ടുപിടുത്തം നടത്തിയത്. ഒരിക്കൽ ജോൺ തൻ്റെ കണ്ടുപിടുത്തം വാർത്തയാക്കാൻ ഒരു പത്രം ഓഫീസിൽ പോയി. അവിടെ ഡെയിലി എക്സ്പ്രസിൻ്റെ എഡിറ്റർ ജോണിനെ പുറത്താക്കിക്കൊണ്ട് പറഞ്ഞത് അയാളൊരു ഭ്രാന്തനാണ്. വയർലെസ് വഴി കാണാൻ കഴിയുന്ന ഒരു യന്ത്രം കണ്ടുപിടിച്ചു എന്ന് അവകാശപ്പെടുന്ന ആ ഭ്രാന്തനെ ഇനി ഈ മുറിയിൽ കയറ്റരുത് എന്ന് അദ്ദേഹം പറഞ്ഞു. ലോകം മുഴുവൻ അദ്ദേഹത്തെ പരിഹസിച്ചപ്പോഴും ജോൺ തൻ്റെ ആശയത്തിൽ ഉറച്ചു നിന്നു. രോഗങ്ങളും ദാരിദ്ര്യവും ബിസിനസ് പരാജയവുമായിരുന്നു ജോണിൻ്റെ ജീവിതം. എങ്കിലും കാഴ്ചയെ വയർലെസ് ആക്കുക എന്ന സ്വപ്നം കൈവിട്ടില്ല അദ്ദേഹം. ആദ്യത്തെ ടെലിവിഷൻ പിറന്നത് അത്യാധുനിക ലാബിലായിരുന്നില്ല. മറിച്ച് പഴയ തേയിലപ്പെട്ടികൾ, സൈക്കിൾ ലൈറ്റിൻ്റെ ലെൻസുകൾ, തുന്നൽ സൂചികൾ എന്നിവ ഉപയോഗിച്ചായിരുന്നു. 1925 മാർച്ച് 25 ചലിക്കുന്ന വസ്തുക്കളുടെ നിഴൽ രൂപങ്ങൾ ചലിപ്പിച്ചുകൊണ്ടായിരുന്നു ജോണിൻ്റെ തുടക്കം. എന്നാൽ 1925 ഒക്ടോബർ 2 ഒരു മനുഷ്യമുഖം തിരിച്ചറിയത്തക്ക രീതിയിൽ ആദ്യമായി സ്ക്രീനിൽ പ്രക്ഷേപണം ചെയ്തു. ലോകം ആദ്യമായി ഒരു മനുഷ്യരൂപം ടെലിവിഷനിൽ കണ്ട ചരിത്ര നിമിഷമായിരുന്നു അത്. 1946 ജൂൺ 14 ജോൺ അന്തരിച്ചു. 1996 ഡിസംബർ 17 ഐക്യരാഷ്ട്ര സംഘടനയുടെ ജനറൽ അസംബ്ലി ഒരു പ്രമേയത്തിലൂടെ നവംബർ 21 ടെലിവിഷൻ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചു. മാറുന്ന ലോകത്തിൽ ടെലിവിഷൻ്റെ സ്വാധീനം മുൻനിർത്തിയാണ് 1996 മുതൽ ഐക്യരാഷ്ട്രസഭ നവംബർ 21 ലോക ടെലിവിഷൻ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത്. പൊതുജനാഭിപ്രായം രൂപപ്പെടുന്നതിൽ നിർണായക സ്വാധീനമാണ് ഇന്നത്തെ സമൂഹത്തിൽ ടെലിവിഷൻ ചാനലുകൾ വഹിക്കുന്നത്.